ഹലോ. അപ്പോൾ നമ്മുടെ സ്കോട്ട്ലൻഡ് ട്രിപ്പിൻ്റെ വ്ളോഗ് ഇവിടെ കണ്ടിന്യൂ ചെയ്യുകയാണ്. അങ്ങനെ ഞങ്ങൾ സ്ട്രീറ്റിൽ കൂടെയൊക്കെ നടന്നു കഴിഞ്ഞിട്ട് പിന്നെ അതിന് ശേഷം ഇല്യൂഷൻ്റെ സ്ഥലത്തെത്തി. അപ്പോൾ നമുക്ക് അവർ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരുവാണ്. 2:15 ഞങ്ങളുടെ സ്ലോട്ട് വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഫില്ലാവാൻ ചാൻസ് ഉണ്ട്. കാരണം സമ്മർ ടൈമിൽ ഒരുപാട് ടൂറിസ്റ്റുള്ള സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തന്നു. ടിക്കറ്റ് തന്നതിന് ശേഷം അവർ ഞങ്ങളുടെ കയ്യിലൊരു മാർക്കിങ് അടയാളപ്പെടുത്തി. അപ്പോൾ ഈ ഒരു മാർക്കിങ് കാണിച്ചു കഴിഞ്ഞാൽ ആ ദിവസം ഫുള്ള് നമുക്ക് എത്ര തവണ വേണമെങ്കിലും ഈ ഇല്യൂഷൻ്റെ സ്ഥലത്ത് കയറാം. ക്യാമറ ഒബ്സ്ക്യൂർ ആൻഡ് വേൾഡ് ഓഫ് ഇല്യൂഷൻ എന്നാണ് ഇതിൻ്റെ പേര്. അങ്ങനെ ഞങ്ങൾ കയറിയപ്പോൾ തന്നെ ഇല്യൂഷൻ്റെ ഒരുപാട് ഡെമോൺസ്ട്രേഷൻസ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 5 ഫ്ലോറിലായിട്ടാണ് ഇവരിത് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് ഫ്ലോറിൽ ഈ കാണുന്നതൊക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതെന്താണെന്നൊന്നും നമുക്കറിയത്തില്ല, കയറി കഴിയുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ഫസ്റ്റ് ഞങ്ങൾ കയറിയപ്പോൾ തന്നെ ഇതുപോലെ കുറേ ബ്രോക്കൺ മിറേഴ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളതിനകത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ബോഡി പല പല ഷേപ്പിൽ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറിയപ്പോഴത്തേക്കും അവിടെ 2 സ്ഥലങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്നിനകത്തേക്ക് കയറുമ്പോഴത്തേക്കും നമുക്കൊരു പ്രിസം, അതായത് ഫുള്ള് മിറർ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ ഫോട്ടോയാണ് ഈ കാണുന്നത്. അപ്പോൾ അതിനകത്ത് കയറിയിട്ടുള്ള ആ ഒരു നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതിനകത്ത് കയറിയിട്ടുള്ള എൻ്റെ ഫീലിങ്സ് ഞാൻ വോയിസ് ഓവർ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് കേൾക്കാൻ പറ്റും. ഇങ്ങോട്ടൊക്കെ നടക്കാവോ? ചില്ലല്ലേ? അയ്യോ, എനിക്ക് പേടിയാവുന്നു. ഇങ്ങനെ പിടിച്ചു പിടിച്ച് നടക്കണം. ചില്ലുണ്ടോന്ന് അറിയത്തില്ലല്ലോ. വിച്ചേട്ടൻ ഏതാ ഇതിനകത്ത്? അയ്യോ, അവരെന്തിയേ? ഇങ്ങോട്ട് വാ. എവിടെയാ നിങ്ങളുടെ യഥാർത്ഥം? ഏതാ? ഞാൻ അവിടെയാ നോക്കുന്നത്. നിങ്ങളിതാണോ? അയ്യോ അയ്യോ, അയ്യോ, ഇത് ചില്ല, ഇത് ചില്ല, ഇത് ചില്ല. മുഴുവൻ ചില്ല. അപ്പം ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ അടിപൊളിയായിരുന്നു. സത്യം പറഞ്ഞാൽ അതിനകത്ത് കയറിയിട്ട് തിരിച്ചിറങ്ങാനുള്ള വഴി അറിയത്തില്ലായിരുന്നു. നമ്മൾ ആളാണെന്ന് കരുതി തൊട്ട് നോക്കുന്ന എല്ലാം ചില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ഇതിനകത്ത് പെട്ടുപോകുന്നു. പക്ഷേ അതിനകത്ത് കയറി ഇങ്ങനെ നടക്കുമ്പോഴും ഈ ലൈറ്റ്സ് മാറുമ്പോഴൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ്. അയ്യോ, തല ഇറങ്ങും ചേട്ടാ, തല ഇറങ്ങാനെ പിടിച്ചോ. ഇതിനകത്ത് കയറണോ? അയ്യോ, ഒന്നാമത് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. അവള് ഇതിനകത്ത് കയറണോ? എനിക്ക് ഛർദിക്കാൻ വരും കേട്ടോ. നമ്മളല്ല വേണ്ട, നമുക്ക് ടണല കറങ്ങുന്നത്, നമ്മളല്ല. ടണല കറങ്ങുന്നത്. ചേച്ചി നടുക്കൊന്ന് പോയി നിന്ന് നോക്കിയേ. ജസ്റ്റ് ഒന്ന് കയറി നോക്കേ. ഇത്ര പൈസ കൊടുത്തല്ലേ? അവര് പോയി അങ്ങോട്ട് ഈ ഫോൺ എടുക്കാൻ പോവാണെങ്കിൽ ഒറ്റ കണ്ണട ഒറ്റ ഓട്ടം. എന്നിട്ട് അതുവഴി ഇറങ്ങാം കേട്ടോ. വാ, എടാ കണ്ണടച്ച ഒറ്റ ഓട്ടം. അയ്യോ മിൻചേട്ടാ, അയ്യോ അതിലെ വഴി ഇറങ്ങണം. അതിലെ വഴി ഇറങ്ങണ്ടതാ. ഇങ്ങോട്ട് വാ, നമുക്ക് 2 കൽപ്പിച്ച് പോകാം. നടന്നോ വീഴുവോ? ഇത് പിന്നെ കുലുങ്ങുന്നുണ്ടല്ലോ. രക്ഷപ്പെട്ട്. അപ്പോൾ ഇതായിരുന്നു നെക്സ്റ്റ് വൺ. ഒരു ടണൽ പോലത്തെ സാധനത്തിൻ്റെ അകത്തൂടെ നടക്കണം. ശരിക്കും പറഞ്ഞാൽ ആ ടണലാണ് കറങ്ങുന്നത്, പക്ഷെ നമുക്ക് അതിനകത്തോട്ട് കയറിയാൽ നമ്മൾ കറങ്ങുന്ന പോലെ തോന്നും. അതും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും ആദ്യം തന്നെ ഡിസപ്പോയിൻറ്റ് ചെയ്തില്ല. നല്ല 2 എക്സ്പീരിയൻസ് ആണ് അവർ തന്നത്.
ദേണ്ട് ഞാൻ തല കുത്തി നിൽക്കുന്നു. അയ്യോ ദേ വിൻചേട്ടനെ മാത്രമേ കാണുന്നുള്ളൂ. ഞാൻ എന്ത് ചെയ്യേ? ആ അതെ ഞാൻ സൂമിൻ. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും സാധനം ഈ ബ്രൈറ്റ് ലൈറ്റിൻ്റെ അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് 50 times മാഗ്നിഫൈ ചെയ്യും. ജസ്റ്റ് കൈ വെച്ച് നോക്കാം. അയ്യോ അപ്പം കണ്ടോ, ഇവിടെ 50 മടങ്ങാണത് മാഗ്നിഫൈ ചെയ്തത്. ചേട്ടനെ കണ്ടോ? ഹായ്, ഇതിനകത്ത് വണ്ണം കുറഞ്ഞു കേട്ടോ ചേട്ടാ. ഇതിനകത്ത് എനിക്ക് വണ്ണം കുറഞ്ഞു. ഇങ്ങനെയെങ്കിലും കാണാൻ പറ്റിയല്ലോ. മിൻചേട്ട വാങ്ങണ്ട. ആ ഇത് നോർമലാ. ഈ ഒരു സാധനം മാത്രം പേഴ്സണലി എനിക്ക് മനസ്സിന് സന്തോഷം തന്നൊരു സാധനമാണ്. കാരണം വണ്ണം കുറഞ്ഞ എന്നെ ഒന്ന് കാണാൻ പറ്റി. ഈ ലെൻസിൽ കൂടെ നോക്കിയാൽ നമുക്ക് 3D ആയിട്ട് കാണാം. നോക്കട്ടെ. ആ യെസ്, 3D ഇമേജ് കാണാം. ഓക്കെ, ഈ ബട്ടൺ പുഷ് ചെയ്ത് ക്യാറ്റ് സിംഗ് ചെയ്ത് നമുക്ക് കാണാം. ഇതാണ് ക്യാറ്റിൻ്റെ പാട്ട്. I feel like one green after a bit. Oh yeah, 40. ഇപ്പം നിങ്ങൾ കേട്ട ആ BGM ഏതെങ്കിലും സിനിമയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് Three Blind Mice. ഓക്കെ, സിംഗ് ചെയ്യുന്ന കാണാൻ പറ്റും. മിൻചേട്ടാ, ഇവിടെ എന്തെങ്കിലും സാധനം വെക്കാം, അത് സൂം ചെയ്ത് കാണിക്കും. നോക്കിയോ? അയ്യോ, shake your head slowly. What happens as you stand back and look at the faces. ബാക്കിലേക്ക് എന്നിട്ട് ഈ മുഖത്തേക്ക് നോക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ തല ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്യുമ്പം എന്താണ് നോക്കാം. നമുക്ക് നമ്മളെ നോക്കുന്ന പോലെ തോന്നുമായിരിക്കും അല്ലേ? നമ്മളെ ഫോളോ ചെയ്യുന്ന പോലെ തോന്നും. ആ അതെ 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 അതെ, നമ്മളെ ഫോളോ ചെയ്യുന്ന പോലെ തോന്നും. ഓക്കെ, ഇനി ഇവിടെ ഒരു വാട്ട്സ് ഈറ്റിംഗ് യു, ടേൺ ദ ലാർജ് വീൽ ടു ഡിസ്കവർ വാട്ട്സ് അണ്ടർനീത്ത്, യൂസ് ദ സിൽവർ ഡയൽ ഫോക്കസ്. ഓക്കെ, ഇതിനകത്ത് മൈക്രോസ്കോപ്പിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതൊക്കെ ഓരോ നമ്മുടെ പാരസൈറ്റുകളോ അങ്ങനെ എന്തൊക്കെയോ ഓർഗാനിസംസ് ഒക്കെയാണ് ഇതിനകത്തൂടെ കാണാം. ഓക്കെ, ഈ ക്യാമറ ഒബ്സ്ക്യൂറ എന്ന് പറയുന്ന ഇത് റിനോവേറ്റ് ചെയ്ത സമയത്ത് കിട്ടിയ ഒരു ഫാമിലി ആൽബം ആണിത്. അതിനകത്ത് നിന്ന് കിട്ടിയ ഫോട്ടോസാണ്. ഇച്ചിരി ഹൊറർ ഫോട്ടോസാണ് ഇതൊക്കെ. ഓ മൈ ഗോഡ്, മിൻചേട്ടാ ഇതിങ്ങനെ തിരിക്കുമ്പോൾ വേറെ ആവുന്നുണ്ട്.
ഓ 3D ഇമേജ് ആ കണ്ടോ. ഇപ്പോൾ ഒരു സ്കെലിട്ടൺ വരുന്നുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ ഇതൊരു ഇതുണ്ടോ? അമ്മച്ചിയാണ്. ആ കണ്ടോ ഇതിന് ചേഞ്ച് കണ്ടോ. ഇത് ഒരു കുട്ടിയുടെ ഫോട്ടോയാ, ഇങ്ങനെ വെക്കുമ്പോൾ അതൊരു ഹൊറർ ഫോട്ടോയായി മാറുന്നുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കൊച്ചാണ്, പക്ഷെ അത് ഇങ്ങനെ വെക്കുമ്പോൾ ഒരു ഹൊറർ ഫോട്ടോയായി മാറുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഇതിനകത്തൊരു ടങ് ട്വിസ്റ്റർ ഉണ്ട്, അത് നമ്മൾ പറയണം, പക്ഷെ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. പറയാൻ പോകുന്നത് ഇൻഫിനിറ്റി കോറിഡോറിലേക്കാണ്. വാട്ട് ക്യാൻ യു ക്രിയേറ്റ് വിത്ത് ലോങ് എക്സ്പോഷർ സെറ്റിംഗ് ഓൺ യുവർ ക്യാമറ. ഓക്കെ, നമുക്ക് ഓ അടിപൊളി അടിപൊളി. ഇതെന്നാ സംഭവം? ചേട്ടാ ഒരു ഫോട്ടോ എടുക്കാമോ? താഴത്തേക്കുണ്ട് കേട്ടോ. ഓ ഇതിലേക്ക് നോക്കി, ഇത് ഹാർട്ടിൻ്റെ ഷേപ്പ് ആവുന്നുണ്ട്. ഇതിൽ കൂടെ നോക്കുമ്പോൾ ഇത് ഹാർട്ട് ഷേപ്പ് ആവുന്നുണ്ട്. വാവ്, സോ നൈസ്. വൈറ്റ് വാട്ട്. ഓക്കെ, ഈ ലെൻസിൽ കൂടെ നോക്കിയാൽ എന്താ കാണാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. എന്തൊക്കെയോ കാണാമല്ലോ. എന്തോ പൂവാ, എന്തോ ഇതെന്താ, ഇതെന്തോ ഒരു ഇതാണ് വൈറ്റ് സ്ക്രീനാണ്. അത് ഇതിനകത്ത് പിടിച്ച് നോക്കുമ്പോൾ ലെൻസിനകത്ത് ഒരു പൂ വിരിയുന്നത് കാണാം. കണ്ടോ? ഒരു പൂ വിരിയുന്നത് കാണാം, പല ടൈപ്പ്. ഇങ്ങനെ പിടിച്ചല്ല. ബ്ലൂവും റെഡും കൂടെ മിക്സ് ആയി കാണുന്നു. ഞാൻ നോക്കാം. കുറച്ചും കൂടെ അടുത്ത് കാണാൻ പറ്റും. സീ മൈ കിച്ചൻ. ഒരു പില്ലറിന്റെ ഫോട്ടോ. വവോന ട്രീ. ബിഫോർ മാരേജ്. അങ്ങനെ ഏകദേശം ഒരു 2 ഫ്ലോറോളം കണ്ടു തീർത്തു. അപ്പോൾ ആദ്യത്തെ ആ ഇല്യൂഷൻ്റെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് ഹിസ്റ്ററിയും കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് ഫോട്ടോസൊക്കെയാണ് പ്ലേസ് ചെയ്തിരുന്നത്. ഇനി നെക്സ്റ്റ് സെക്ഷനിലേക്ക് നമുക്ക് പോവാം. ഇത് ജസ്റ്റ് നമുക്ക് എഡിൻബ്ര ഫുള്ള് കാണാനായിട്ട് വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. ഇതുപോലെ ലെഫ്റ്റ് റൈറ്റ് അപ്പ് ഡൗൺ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൂവ് ചെയ്യുമ്പം നമുക്ക് സ്ട്രീറ്റും അവിടുത്തെ സാധനങ്ങളും എല്ലാം ഫുള്ളായിട്ട് കാണാൻ പറ്റും. ഇത് ഞാനായിരുന്നു. തെർമൽ ക്യാമറ, നമ്മുടെ തെർമൽ ക്യാമറ. ഇതിന്റെ സെൻട്രൽ പോയിന്റിലേക്ക് മാത്രം നോക്കണം. ഇന്നത്തെ കൈ ഇടുമ്പോ സൗണ്ട് വരുമോ? അയ്യോ,
Mommy, should I do it? Mommy, should I do it? What? Tiger? Yeah. No, there's another one. Can you find the hidden tiger? Lift for answer. ഇതിനകത്ത് ഹിഡൻ ടൈഗർ എഴുതി വെച്ചിട്ടുണ്ട്. Mommy, should I do it? ഓ, ദ ഹിഡൻ ടൈഗർ. I'll do it with you guys. I'll do a skeleton. Mommy, look at this. I'm a skeleton. ഇവിടെ നിന്നാൽ നമ്മുടെ സ്കെലട്ടൺ കാണാൻ പറ്റും. Mama. എക്സ്റേ മെഷീൻ ആയത്. ലെഫ്റ്റ് റൈറ്റ് ഇതിന് Mommy, Jonathan, can you come here? This one I can see. ഇത് Oh, ഉയ്യോ. ആ, ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഫേസ്, ഇങ്ങനെ നിൽക്കുമ്പോൾ വേറെ ഫേസ്, ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഫേസ്, ഇവിടെ വേറൊരു ഫേസ് ഉണ്ട്. കാണാമോ എന്നറിയത്തില്ല. ഇങ്ങനെ നിൽക്കുമ്പോൾ വേറൊരു ഫേസ്, നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ടൈപ്പ് ഒരു ഫേസ്. അയ്യോ ഇവിടെ കുറച്ച് മിഠായി ഇരിപ്പുണ്ട്, പക്ഷെ നമുക്കത് എടുക്കാൻ പറ്റത്തില്ല. ഇരിപ്പുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എടുക്കാൻ പറ്റത്തില്ല. മിറർ. ഇനി ഞാൻ നിൽക്കാം. കൊച്ചിന്റെ ഇതെടുക്കും, ഞാൻ എടുക്കാം. ഇവിടെ ഇവിടെ ഗ്ലാസ്സാ. ഓക്കെ, മോണാലിസയുടെ പടം, പക്ഷേ നെക്കിലൊരു ക്യാറ്റിനെ കാണാം. ഇവിടെ വരുമ്പം ഓക്കെ, അപ്പോൾ ഇത് ചെറിയൊരു ആക്ടിവിറ്റി പോലെയാണ്. ഈ വോളിൽ 11 ലേഡീസ് ഉണ്ട്. അവരെ നമ്മൾ കണ്ടുപിടിക്കണം. ഇതുപോലെ ഈ കല്ല് പോലെ കാണുന്ന സ്ഥലത്ത് ഒരു ലേഡി കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഈ സെക്കൻഡ് പിക്ചറിൽ ഒരു ഫേസ് കാണാം. ആപ്പിളിനകത്ത് ഒരു ലേഡി കിടക്കുന്നതായിട്ട് കാണാം. പിന്നെ ഈ മൂന്നാമത്തെ പിക്ചറിൽ ഇതൊരു പാരറ്റിനെ പോലെ ഫീൽ ചെയ്യും, പക്ഷേ കൈ ഹെഡിന് ബാക്കിലായിട്ട് വെച്ചിട്ട് ഇരിക്കുന്ന ഒരു ലേഡിയെ നമുക്ക് കാണാം. പ്രോപ്പറായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയത്തില്ല, പക്ഷെ ഞാൻ എൻ്റെ മാക്സിമം എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരു ഫ്രോഗിൻ്റെ പോലെയാണ് ഫീൽ ചെയ്യുന്നത്, പക്ഷേ നടുക്ക് നമുക്കൊരു ലേഡിയെ കാണാം ഗ്രീൻ കളറിൽ. സോ ഇത് 4ാമത്തെ ആയി. ഇനി നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു കാമിലിയോണിൻ്റെ പടത്തിൽ ഒരു ലേഡീനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാകത്തില്ല. അതിന് മേളിലായിട്ട് കൈയും കാലൊക്കെ ആയിട്ട് വെച്ചിരിക്കുന്ന കാണാം. ഇത് കുറച്ചും കൂടെ പ്രോപ്പറായിട്ട് കാണാമെന്ന് തോന്നുന്നു. ഒരു ഫിഷിൻ്റെ മോഡലാണ്. കാല് നമുക്ക് ഈ പിക്ചറിൽ തൊടുമ്പോഴത്തേക്കും അനങ്ങുന്ന കാണാം, കാലനങ്ങുന്ന കാണാം. ഫേസ് മുകളിലുണ്ട്. ഇപ്പോൾ ആ ലേഡി ഫുള്ളായിട്ട് എഴുന്നേക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതൊരു വിർച്വൽ ഇമേജാണ്. അപ്പോൾ നെക്സ്റ്റ് വൺ വന്നിട്ട് വീണ്ടും പാരറ്റിനെയാണ്. എനിക്ക് വേറെ കിട്ടിയിട്ടില്ല, ഞാൻ വീണ്ടും അത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എയർപ്ലെയിൻ ഷാഡോ വെച്ചിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ അടുക്കാറായി. ഇത് കണ്ടോ, നമ്മൾ സൗണ്ട് കേൾക്കുന്നതനുസരിച്ച് ലൈറ്റ് തെളിയും, അങ്ങനത്തെ ഒരു സംഭവമാണ്. പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് മൂവ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ചെറിയ റൂം പോലെയുണ്ട്. ഈ റൂമിൽ 2 മാർക്കിങ്സ് കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി നമ്മളിങ്ങനെ നിന്നിട്ട് പുറത്തുനിന്ന് ഫോട്ടോ എടുക്കാനുള്ളൊരു സംവിധാനമുണ്ട്. അവിടെ പോയി നിൽക്കുമ്പോൾ നമ്മൾ ആ റൂമിൽ ഇങ്ങനെ ഒരു ചെറിയ ആളായിട്ട് നിൽക്കുന്ന പോലത്തെ ഫോട്ടോ കിട്ടും.
ശരിക്കും പറഞ്ഞാൽ അത് ചെരിഞ്ഞൊരു സ്ഥലമാണ്, അതിനകത്ത് നടക്കാനൊക്കെ ഭയങ്കര പാടാണ്. പക്ഷെ എങ്ങനെയൊക്കെയോ അത് മാനേജ് ചെയ്ത് നടന്നു. ചേച്ചിയുടെ തല മാത്രമേ ഉള്ളൂ. ഇതിനടി കൂടെ പോണം. ദിസ് വേ ടു ചോപ്പ് ഓഫ് യുവർ ഹെഡ്. ഇച്ചിരൂടെ തല പൊക്കി നിൽക്കേ. ആ അപ്പോൾ തല ചോപ്പ് ചെയ്ത് വെച്ചത് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയല്ലായിരുന്നു? പക്ഷേ അതിൻ്റെ ഗുഡൻസ് എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇനി ഇത് വന്നിട്ട് നമ്മളുടെ ഒരു ഇംപ്രഷൻ, ബോഡിയുടെ ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നൊരു സംഭവമാണ്. ഇപ്പം ഞാനിതെല്ലാം ഇങ്ങനെ അടുക്കി വെച്ചേക്കുക. ഇനി ബാക്കിൽ നിന്ന് പോയിട്ട് പുഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയുടെ ഇംപ്രഷൻ അവിടെ വരും. ഒന്ന് കണ്ടു നോക്കി. അങ്ങനെ അടുത്ത സെക്ഷനിലേക്ക് പിന്നെ കയറിയപ്പോൾ മൊത്തം ലൈറ്റ്സിൻ്റെ സെക്ഷനായിരുന്നു. അതായത് നമ്മൾ ടച്ച് ചെയ്യുന്നതനുസരിച്ച് മൂവ് ചെയ്യുന്ന ലൈറ്റ്സ്, അങ്ങനെ കുറേ ലൈറ്റ്സ് അവിടെ കാണാൻ പറ്റി. ഇപ്പോൾ ഏകദേശം നമ്മൾ ഒരു 3/4 മണിക്കൂറോളം നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ലൈറ്റ്സിൻ്റെ സെക്ഷൻ വരുന്നത്. ഒരു ഗ്ലോബ് പോലെ ഉണ്ടാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ നമ്മളതിനകത്ത് ടച്ച് ചെയ്യുന്നതനുസരിച്ച് ഈ ലൈറ്റ്സിനകത്തുള്ള വേവുകൾ മാറും. അത് ഡാർക്ക് ലൈറ്റിൽ കാണാൻ നല്ല രസമാണ്. അപ്പം അതിൻ്റെ നമ്മുടെ വൈബ്രേഷൻസോ എന്തോ വെച്ചിട്ടാണ് അത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കുറേ സെക്ഷൻസ് ഉണ്ടായിരുന്നു. എനിക്കിത് കണ്ടപ്പോഴത്തേക്കും ചാന്ദിപ്പൊട്ട് സിനിമയ്ക്കകത്ത് അവർ ടച്ച് ചെയ്ത് പൊട്ടിപ്പോകുന്നൊരു ഗ്ലോബില്ലേ, അതാണ് ഓർമ്മ വന്നത്. അപ്പോൾ ഇതാണ് ആ വേവ്സ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഒരുപാട് മിറേഴ്സ് ചുറ്റും വയ്ക്കുമ്പോഴത്തേക്കും കുറേ ലൈറ്റ്സ് ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു അവിടെ. എനിക്ക് വളരെ കൗതുകം തോന്നിയ മറ്റൊരു കാര്യം കേട്ടോ ഇത്. നമ്മുടെ വേൾഡ് മാപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ എഡിൻബ്രയുടെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഓസ്ട്രേലിയ കിടക്കുന്നത്. നമ്മൾ കുഴിച്ച് വേറെ രാജ്യത്ത് പോകാമെന്ന് പറയത്തില്ലേ, അതുപോലെ പണിതിരിക്കുന്ന ഒരു ടണലാണ് ഓസ്ട്രേലിയയിലേക്ക് പോകാൻ വേണ്ടി. പക്ഷേ ഇവിടെ നോ എൻട്രിയാണ്, നമുക്ക് അങ്ങനെ കുഴിച്ച് പോകാൻ പറ്റത്തില്ല. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് കണ്ടപ്പോഴത്തേക്കും. പിന്നെ വീണ്ടും കുറേ ഇല്യൂഷൻസിൻ്റെ പിക്ചേഴ്സും അങ്ങനെ കുറേ സംഭവങ്ങളും ലൈറ്റ്സ് വരുന്നതും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുറേ ഒപ്റ്റിക്കൽ ഇല്യൂഷൻസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു ഈ ഏരിയ ഫുള്ളുണ്ടായിരുന്നത്. എനിക്ക് കാണാൻ പറ്റുന്നത് ഓപ്പോസിറ്റ്. ഓക്കെ ഇപ്പൊ ചേട്ടനെ കാണാം. കാണുന്നില്ലല്ലോ. ഇപ്പൊ എന്നെ കാണാം. ഇപ്പൊ ചേട്ടനെ കാണാം. അയ്യോ നല്ല വ്യൂ. Obscura, that's us starting just now. Okay. Are you booked in for a tour? Yeah. Yeah, if you want to come in just now. അങ്ങനെ ഫൈനലി കണ്ട് നമ്മൾ റൂഫ് ടോപ്പിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ മേളിൽ ചെന്നപ്പോഴത്തേക്കും ഞങ്ങളെ ഒരു റൂമിലേക്ക് കയറ്റി ഡോർ ക്ലോസ് ചെയ്തു. ഇതാണ് ശരിക്കുള്ള ക്യാമറ ഒബ്സ്ക്യൂറ. അപ്പോൾ നമ്മൾ വേൾഡ് ഓഫ് ഇല്യൂഷൻസ് മൊത്തം കണ്ടു കഴിഞ്ഞു. ഇതാണ് ക്യാമറ ഒബ്സ്ക്യൂറ. അപ്പോൾ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ അവരൊരു ലെൻസ്, ഇത് വളരെ പണ്ട് കാലത്ത് ഉള്ള ആളുകൾ ചെയ്തതായിട്ടാണ് ഇവർ പറയുന്നത്. ഒരു ലെൻസ് ഒരു വുഡൻ സ്ക്രീനിലേക്ക് ഫോക്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ലെൻസ് മൂവ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ആ എഡിൻബ്രയുടെ ആ സ്ട്രീറ്റ് ഫുള്ള് കാണാം. അതായത് അവിടുത്തെ കാസ്റ്റിൽ കാണാം, അവിടെയുള്ള ആ ലൈവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കാണാം. പക്ഷേ അതെങ്ങനെയാണ് വെച്ചിരിക്കുന്നത്, എങ്ങനെ ആ ഒരു സ്ട്രീറ്റിലെ കാഴ്ചകൾ നമുക്ക് ഒരു ചെറിയ ലെൻസിൽ കൂടെ എങ്ങനെ കാണാം എന്നുള്ളത് അവർ പറഞ്ഞിട്ടില്ല. ഒരു ഹിഡൻ സീക്രട്ട് പോലെ നിൽക്കുന്നതാണ്. എന്നിട്ട് അവർ ആ സ്ട്രീറ്റിൽ നടക്കുന്ന ആൾക്കാരെയും എല്ലാം നമ്മളെ കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അവരുടെ കയ്യിലുള്ള വൈറ്റ് പേപ്പർ വെച്ചിട്ട് നമുക്ക് അവിടുത്തെ സ്ഥലങ്ങൾ മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ കാണിച്ചു തന്നു. പക്ഷേ അതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ തന്നെ അവർ മൊബൈലൊക്കെ ഓഫാക്കാൻ പറഞ്ഞിരുന്നു. ഇപ്പം ജസ്റ്റ് കിട്ടിയ ഒരു ചാൻസിൽ ഞാൻ എടുത്തതാണിത്.
അങ്ങനെ അവർ ആ വുഡൻ ടേബിള് നിർമ്മിച്ചതും ക്യാമറ ഒബ്സ്ക്യൂറ നിർമ്മിച്ചതും അതിൻ്റെ ഹിസ്റ്ററിയും അതെല്ലാം ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അങ്ങനെ ഫൈനലി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. ക്യാമറ ഒബ്സ്ക്യൂറ മാത്രം എനിക്ക് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല, കാരണം അവിടെ വീഡിയോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആയിരുന്നു. പിന്നെ അവിടെ കുറേ ലെൻസ് വെച്ചിട്ടുണ്ടായിരുന്നു റൂഫ് ടോപ്പിൽ. നമ്മൾ നടന്നു വന്ന സ്ട്രീറ്റൊക്കെ നമുക്ക് തൊട്ടടുത്ത് കാണാമായിരുന്നു. ബൈനോക്കുലർ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ വ്യൂസൊക്കെ ഞങ്ങൾ കണ്ടു. ഞാനത് മാക്സിമം ക്യാമറയിൽ എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. അങ്ങനെ ഫൈനലി ഞങ്ങളിതാ ഇറങ്ങുവാണ്. അപ്പോൾ ഇത്രയാണ് വേൾഡ് ഓഫ് ഇല്യൂഷൻസ് ആൻഡ് ക്യാമറ ഒബ്സ്ക്യൂറയുടെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നാളെ നമ്മൾ ഹാരി പോട്ടറിൻ്റെ വാക്കിംഗ് ടൂർ വെച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.